ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പട്ടുപാവാടയുടെ ബ്ലൗസാണ്. ബാക്ക് ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം തുണി വെട്ടുന്നത് ലൈനിങ്ങിലാണ്. 34 ഇഞ്ച് ചെസ്റ്റ് അളവും 28 ഇഞ്ച് വേസ്റ്റ് അളവും ഉള്ള ഒരു ക്രോപ്പ് ടോപ്പാണ് ഇവിടെ വെട്ടുന്നത്. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ഫ്രണ്ട് പാർട്ട് വെട്ടുമ്പോൾ ഫോൾഡ് വരുന്ന ഭാഗത്ത് വെച്ചാണ് അളവെടുക്കേണ്ടത്. ഇതിൻ്റെ ഇറക്കം വരുന്നത് 15 ഇഞ്ചാണ്. നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 15ഉം 1.5 16.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും ഒരുമിച്ചിട്ടും വെട്ടാം, പക്ഷെ അത് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഇതിൻ്റെ ഷോൾഡർ വരുന്നത് 6 ഇഞ്ചാണ്. നമുക്ക് ബ്ലൗസിൻ്റെ വൈഡ് കൂട്ടണതും കുറയ്ക്കുന്നതും അനുസരിച്ച് നമുക്കതിൻ്റെ ഷോൾഡറിൻ്റെ അളവും കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഇതിൻ്റെ കൈക്കുഴിക്കുള്ള ഇറക്കം വരുന്നത് 6 ഇഞ്ചാണ്. ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴോട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് വരയ്ക്കാം. ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 8.5 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്കതിൻ്റെ തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച്, അതും കൂട്ടി വരുമ്പോൾ ഒരു 10 ഇഞ്ച് മാർക്ക് ചെയ്യണം. കൈക്കുഴി ഷേപ്പ് ചെയ്ത് വെട്ടുന്നതിനായിട്ട് നമുക്ക് അതിൻ്റെ ആ ബോക്സ് വരച്ചതിൻ്റെ കോർണറിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യാം. അത് ബാക്ക് പാർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഫ്രണ്ട് പാർട്ടിന് വേറെയാണ്. അത് നമുക്ക് പക്ഷേ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത് 1.5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്യാം. ആ 1.5 ഇഞ്ചിൽ കൂടി നമുക്ക് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ കൈക്കുഴി വെട്ടുമ്പോൾ നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴി വെട്ടിയതിനേക്കാളും 1/2 ഇഞ്ച് ബ്ലൗസിലേക്ക് കയറ്റി മാർക്ക് ചെയ്ത് അവിടെ ഒരു കർവ് ഷേപ്പ് വരയ്ക്കണം. അത് നമുക്ക് ബാക്ക് പാർട്ട് വെട്ടിയതിന് ശേഷം വെട്ടിയെടുത്താലും മതി. അതിൻ്റെ വേസ്റ്റ് ലെങ്ത്ത് വരുന്നത് 13 ഇഞ്ചാണ്. വേസ്റ്റ് വണ്ണം 28 ഇഞ്ച്. അപ്പോൾ അതിൻ്റെ 1/4 എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് വരയ്ക്കാം. 15 ഇഞ്ച് ഇറക്കം വരുന്നിടത്ത് നമുക്ക് 1/2 ഇഞ്ച് വണ്ണം കൂട്ടി മാർക്ക് ചെയ്യാം. ഇനി ആ മാർക്ക് ചെയ്തതിൽ കൂടി ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഇതിൻ്റെ നെക്ക് വരുന്നത് വി ഷേപ്പിലാണ്. നമ്മളിപ്പോൾ ബ്ലൗസ് പീസ് വെട്ടുന്നതിൽ നെക്ക് വെട്ടുന്നില്ല, അത് സ്റ്റിഫ് വെച്ചിട്ടാണ് തയ്ക്കണത്. അതുകൊണ്ട് ഇതിനകത്ത് വെട്ടുന്നില്ല. ഇതിൻ്റെ കഴുത്തകലം വരുന്നത് 3 ഇഞ്ച്. പിന്നെ കഴുത്തിറക്കം വരുന്നത് 6 ഇഞ്ച്. വി ഷേപ്പ് കുറച്ച് വൈഡായിട്ട് നിൽക്കാൻ വേണ്ടി നമുക്കതിൻ്റെ കുറച്ച് ഭാഗം നേരെ വരച്ചിട്ട് അവിടെ നിന്ന് വി ഷേപ്പ് കൊടുക്കുന്നതാണ്. ഇട്ട് വരുമ്പോൾ കുറച്ച് ഭംഗിയായിട്ട് കുറച്ച് വൈഡായിട്ടൊക്കെ ഇരിക്കുക. ഇനി അത് മാർക്ക് ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കാം. കഴുത്ത് ഇപ്പോൾ വെട്ടിയെടുക്കണ്ട, അത് നമുക്ക് ലാസ്റ്റ് സ്റ്റിഫൊക്കെ വെച്ചിട്ട് വെട്ടിയെടുത്താൽ മതി. ബാക്കി കൈക്കുഴിയും ഒക്കെ വെട്ടിയെടുക്കാം. കൈക്കുഴി വെട്ടുമ്പോൾ പുറത്തുകൂടി വരച്ചതിൽ കൂടെ വേണം വെട്ടിയെടുക്കാൻ. അത് നമുക്ക് ഇത് തന്നെ വെച്ചിട്ട് നമുക്ക് ബാക്ക് പാർട്ട് വെട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ വെട്ടിയെടുത്തു. ഇനി അതിൻ്റെ ബാക്ക് പാർട്ടാണ് വെട്ടിയെടുക്കേണ്ടത്.
ബാക്ക് പാർട്ട് വെട്ടുന്നതിനായിട്ട് നമുക്ക് ഫ്രണ്ട് പാർട്ട് വെട്ടിയതിൻ്റെ ബാക്കി വരുന്ന പീസിൽ തിരിച്ചിട്ട് വെട്ടാം. ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്ക് ബ്ലൗസിൻ്റെ ഓപ്പൺ വരാൻ പാകത്തിന് തന്നെ വയ്ക്കാം. ബാക്ക് ഓപ്പൺ ആയതുകൊണ്ട് ബാക്കിൽ പടി പിടിപ്പിക്കാനുള്ളതാണ്. ഹുക്കിൻ്റെ പടിയും ആയി വയ്ക്കണ പടിയും വരുമ്പോൾ നമുക്ക് 1/4 ഇഞ്ചും അങ്ങനെ 1/4 ഇഞ്ച് പോയി കഴിയുമ്പോൾ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതിനായിട്ട് ആദ്യം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിന് വേണ്ടി മാർക്ക് ചെയ്യണം. ഈ 1/2 ഇഞ്ച് കുറഞ്ഞു പോകും എന്നതുകൊണ്ടാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒപ്പിട്ട് വെട്ടണ്ടെന്ന് പറഞ്ഞത്. ചിലർക്ക് അങ്ങനെ വെട്ടിയാലും ശരിയാവും, പക്ഷേ ഒട്ടുമിക്കവർക്കും അങ്ങനെ വെട്ടിയാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ബാക്ക് പീസ് സെപ്പറേറ്റ് എടുത്ത് വെട്ടണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിനുള്ള തയ്യൽ തുമ്പ് കൂട്ടിയിടാൻ പറ്റും. ഇനി തയ്യൽ തുമ്പിനായിട്ട് വരച്ചതിൻ്റെ അപ്പുറമായിട്ട് വരാൻ പാകത്തിന് ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വയ്ക്കുക. ഇനി വെട്ടിയെടുത്തതിൻ്റെ അപ്പുറത്തെ കൂടെ വരച്ചതിന് ശേഷം നമുക്ക് ആ പീസ് വെട്ടിയെടുക്കാം. പീസ് വെട്ടിയെടുക്കുമ്പോൾ കഴുത്ത് ഭാഗം വെട്ടണ്ട, അത് സ്റ്റിഫ് വെച്ച് തന്നെ വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് പാർട്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടിൽ കൈക്കുഴി കുഴിച്ച് വെട്ടണം. അതിനായിട്ട് നമ്മൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് ജോയിൻ ചെയ്യണതിൻ്റെ അവിടെ ഒപ്പം വരണം. അതിന് ഇപ്പുറത്തോട്ടേക്ക് നമ്മൾ കുറച്ച് കുഴിച്ച് ഒരു 1/4 ഇഞ്ച് കുഴിച്ച് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ആ ഷേപ്പ് ചെയ്തതിൽ കൂടെ നമുക്ക് വെട്ടിയെടുക്കാം. അപ്പോൾ കൈക്കുഴി കുറച്ച് കുഴിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും ബാക്ക് പാർട്ടും വെട്ടിയെടുത്തിട്ടുണ്ട്. ബാക്ക് പാർട്ടിൻ്റെ കൈക്കുഴിയുടെ അവിടെ കുറച്ച് പുറത്തോട്ട് തള്ളി, ഫ്രണ്ട് പാർട്ട് കൈക്കുഴിയുടെ അവിടെ കുറച്ച് അകത്തോട്ട് തള്ളി. അപ്പോൾ നമുക്ക് അത് ചുളിവൊന്നുമില്ല. നമ്മുടെ ബോഡി ഷേപ്പ് അങ്ങനെയാണല്ലോ. ബ്ലൗസിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെട്ടിയത് മാറ്റി വയ്ക്കുക. ഇനി സ്ലീവാണ് വേണ്ടത്. അതിനായിട്ട് നമ്മൾ 8.5 ഇഞ്ച് വീതിയിൽ തുണി മടക്കിയെടുക്കുക. അത് 2 പീസ് വേണം. സ്ലീവിൻ്റെ അടി മടക്കിയടിക്കുന്നതിനും തയ്യൽ തുമ്പിനും വേണ്ടിയിട്ട് നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ മുകളിലോട്ട് നമുക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്ലീവിൻ്റെ ഇറക്കം 10 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ അവിടെ കുഴിച്ച് വെട്ടുന്നതിനായിട്ട് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു കർവ് ഷേപ്പ് വരച്ചെടുക്കണം. ഇത് പഫ് സ്ലീവാണ് വെട്ടുന്നത്. അപ്പോൾ അതിനായിട്ട് പഫ് കിട്ടുന്നതിനായിട്ട് നമ്മളൊരു 3 ഇഞ്ച് മുകളിലേക്ക് കൂടുതലായിട്ട് മാർക്ക് ചെയ്യണം. ആ മാർക്ക് ചെയ്തിട്ട് നമുക്കതിൻ്റെ നേരെ കൂടെ വന്നിട്ട് ആ കൈക്കുഴിയിലേക്ക് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം. അപ്പോൾ ആ 3 ഇഞ്ച് കൂടുതലെടുത്തും ആ ഷേപ്പ് ചെയ്തതും കൂടി നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല പഫായിട്ട് കിട്ടും. ഇനി കൈയുടെ അടിയിൽ ലൂസാണ് മാർക്ക് ചെയ്യേണ്ടത്. കൈയുടെ അടിയിൽ ലൂസ് 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പകുതി 5 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂട്ടി 6.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ആ മാർക്ക് ചെയ്തതിൽ കൂടെ ഒരു ലൈൻ വരയ്ക്കുക. കൈയുടെ വണ്ണം 13 ഇഞ്ചാണ്. പഫ് ഉള്ളതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് കൂട്ടിയെടുക്കുകയാണ്. 14 ഇഞ്ച് എടുത്തിട്ട് അതിൻ്റെ പകുതി 7 ഇഞ്ച്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയതാണ് നമ്മൾ 8.5 ഇഞ്ച് തുണി എടുത്തേക്കണത്. ആ മാർക്ക് ചെയ്തതിൽ കൂടെ വെട്ടിയെടുക്കാം. ഇപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ടും ബാക്കും പിന്നെ സ്ലീവും കിട്ടിയിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിപ്പോൾ ലൈനിങ് തുണിയാണ്. ഇനി ഇതിൻ്റെ നല്ല തുണി എന്ന് പറയുമ്പോൾ ബ്രൊക്കേഡാണ്. ആ ബ്രൊക്കേഡ് തുണിയിൽ നമുക്കിനി ഇത് ലൈനിങ് വെച്ച് വെട്ടിയെടുക്കാം. ബ്രൊക്കേഡ് തുണിയിൽ വെട്ടണതിനായിട്ട് നമ്മൾ തുണി രണ്ടായിട്ട് മടക്കി ഇടുക. നമ്മൾ ഫോൾഡ് ചെയ്ത വശത്ത് ഫ്രണ്ട് ഭാഗം വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ അതിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ ലൈനിങ് വെട്ടിയ ഭാഗം വെച്ച് മാർക്ക് ചെയ്യുക. അതിൻ്റെ മറ്റേ സൈഡിൽ ഇതിപ്പോൾ നമ്മൾ തിരിച്ചിടുന്നുണ്ട് അവിടെ തന്നെ വയ്ക്കാമല്ലോ, കാണാമല്ലോ നമുക്ക് എവിടെയാണെന്ന്. അതിൻ്റെ മുകളിൽ അത് വച്ചിട്ട് നമ്മളത് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും സ്ലീവും അതിനകത്ത് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളത് വെട്ടിയെടുക്കുക ഓരോ പാർട്ടായിട്ട്. വെട്ടിയെടുക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ഷോൾഡർ കഴിഞ്ഞിട്ട് കൈക്കുഴി നമ്മൾ കർവ് ഷേപ്പിൽ വെട്ടിയെടുക്കണത് തച്ചതിന് ശേഷം, ആ ലൈനിങ് പിടിപ്പിച്ചതിന് ശേഷം ആയാലും മതി, അല്ലാതെയും ചെയ്യാം. പക്ഷെ നമുക്കതിനകത്ത് കുറച്ച് ഡിസൈൻ ലൈൻ ഉണ്ട്. കറക്റ്റ് ലൈനായിട്ട് തന്നെ നമ്മൾ തയ്ക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ നമുക്ക് ശരിയാവില്ല. അതുകൊണ്ട് നമ്മളത് ആ കൈക്കുഴി കർവ് ഷേപ്പ് പിന്നെ വെട്ടിയെടുക്കാം. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് വെടുത്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈനിങ് പീസ് അതുപോലെ തന്നെ വെച്ചിട്ട് തയ്ക്കാനുള്ളതാണ്. ബാക്ക് പാർട്ടിലും അങ്ങനെ തന്നെ പീസ് എടുത്ത് വെക്കണം. സ്ലീവും നമുക്കതുപോലെ തന്നെ മാർക്ക് ചെയ്തിട്ട് വെട്ടിയെടുക്കാം. സ്ലീവ് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ വെട്ട് കൊടുക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഷോൾഡറിൻ്റെ അവിടെ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പ്ലീറ്റ്സൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ സെൻറ്ററിൻ്റെ അവിടെ അത് നമുക്ക് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വെട്ടിടുന്നത്. അപ്പം ബ്ലൗസിൻ്റെ സ്ലീവും വെട്ടിയെടുത്ത്. ഇപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് ബാക്ക് സ്ലീവ് അങ്ങനെ മെയിൻ പാർട്ടുകളെല്ലാം വെട്ടിയെടുത്ത് കഴിഞ്ഞ് ഇനി ഒരു അടിപൊളി പട്ടുപാവാടയുടെ ബ്ലൗസ് തയ്ച്ചെടുക്കാം.